ഇന്ന് നമുക്ക് ഓട്ടിസത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. കഴിഞ്ഞ 2 മാസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഓട്ടിസവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു സമയമാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. അപ്പം ഓട്ടിസം എന്താണ്, ഓട്ടിസം ചികിത്സിക്കാൻ പറ്റുന്നതാണോ, ഓട്ടിസം മറ്റു രോഗങ്ങളുമായിട്ട് എങ്ങനെയാണ് ഇത് തിരിച്ചറിയുന്നത്, അതിന് എന്ത് ട്രെയിനിങ് ആണ്, എന്തെങ്കിലും സെൻറ്റേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഡിസ്കഷനിൽ ഇരിക്കുകയും നമ്മുടെ ജനം കൂടുതൽ അവെയർ ആവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം ഓട്ടിസത്തിൻ്റെ കഴിഞ്ഞ ഒരു 30 വർഷത്തെ അനുഭവം അല്ലെങ്കിൽ 30 വർഷത്തെ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോൾ 1992 കാലഘട്ടത്തിൽ 150 പേരിൽ ഒരാൾക്ക് ഓട്ടിസം, അതായത് 150 കുഞ്ഞുങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ ഒരാൾ ഓട്ടിസ്റ്റിക് ആയിട്ട് കാണുമായിരുന്നു. അത് കഴിഞ്ഞ് 2004 അത് ഒരാളിൽ, അതായത് 68 പേരിൽ ഒരാളായിട്ട് മാറി. വീണ്ടും കുറച്ച് കാലം കൂടി കഴിഞ്ഞ് 2010 ആയപ്പോഴത്തേക്ക് 44 പേര് എടുക്കുമ്പോഴത്തേക്ക് 44 കുഞ്ഞുങ്ങൾ എടുക്കുമ്പം അതിൽ ഒരാൾക്ക് ഓട്ടിസം ഉള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഈ വർഷം കഴിഞ്ഞ 2023 കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ, അതായത് കഴിഞ്ഞ വർഷം കഴിഞ്ഞുപോയ ആ വർഷത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ 36 പേരിൽ ഒരാൾക്ക് ഓട്ടിസം കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ ഈ രീതിയിൽ പോയ അടുത്ത ഒരു 30 വർഷം കൊണ്ട് ജനിക്കുന്ന കുട്ടികൾ മുഴുവൻ ഓട്ടിസ്റ്റിക്കായി മാറും എന്നുള്ള ഒരു സൂചനയാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. എന്താണ് ഇത് വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഓട്ടിസവുമായിട്ട് ബന്ധപ്പെട്ട് നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കുഞ്ഞുങ്ങൾ ഓട്ടിസ്റ്റിക്കായി പോകുന്നത്? അതിൻ്റെ കാരണങ്ങൾ നമ്മൾ തിരഞ്ഞു പോകുമ്പോൾ പലപ്പോഴും ജനറ്റിക് കോസ് ഒരു 40% മുതൽ 80% വരെ ജനറ്റിക് കോസ് നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും ഏജ്, അതായത് ഒരു വയസ്സ് വരെ, 1.5 വയസ്സ്, അതായത് 18 മാസം വരെ കുട്ടികൾക്ക് ഒരു കുഴപ്പമില്ല. അവർ ചിരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അവർ പറയുന്ന കാര്യങ്ങൾ അവർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ രീതിയിലും നല്ല രീതിയിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ഈ 18 മാസത്തിന് ശേഷം അല്ലെങ്കിൽ 2 വയസ്സൊക്കെ അടുപ്പിച്ചാവുമ്പോഴത്തേക്ക് അവർ പെട്ടെന്ന് സംസാരമില്ലാതായി പോകുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ അവർ ചിരിക്കാതെ വരുന്നു, അവർക്ക് മെമ്മറി ഡെഫിഷ്യൻസി ഉണ്ടാകുന്നു, അവർ ഹൈപ്പർ ആക്റ്റീവ് ആകുന്നു, അവർക്ക് എന്തോ ഒരു വൈകല്യം ഉള്ളതായിട്ട് അമ്മമാർക്കും അച്ഛന്മാർക്കും തോന്നുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ തുടക്കം. പലപ്പോഴും നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് റിസർച്ചുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതിൽ ഒരുപാട് കാരണങ്ങൾ അവർ ഐഡൻറ്റിഫൈ, കാരണം ലേറ്റ് മാരേജ് ആണ് ഒരു കാരണം എന്ന് പറയുന്നുണ്ട്, ജനറ്റിക് കോസാണ് കാരണം എന്ന് പറയുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ചില മരുന്നുകൾ, ചില രോഗങ്ങൾ പിടിപെട്ടതിന് ശേഷമാണ്, ചിലപ്പോൾ ചില പനി വന്നാൽ പോലും ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം ഈ അസുഖം വരാറുണ്ട്. പിന്നെ MMR, അതായത് മീസിൽസ്, മംസ്, റുബല്ല വാക്സിൻ, അതിൻ്റെ ഒരു ഏതാണ്ട് 25,000 കുഞ്ഞുങ്ങളിൽ ഒരു സ്റ്റഡി യൂറോപ്പിൽ നടത്തിയിട്ട് അവിടെ ജനിച്ച കുട്ടികൾ 25,000 പേരിൽ ഒരുപാട് കുട്ടികൾക്ക് ഓട്ടിസ്റ്റിക്കായി കണ്ടു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. നമ്മളിതെല്ലാം കൂലങ്കഷമായി ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ കുട്ടികൾ 1.5 വയസ്സ് വരെ കുഴപ്പമില്ലാതെ വരികയും അവർക്ക് രോഗമില്ലാതിരിക്കുകയും അവർക്കാകെ കൊടുക്കുന്നത് ഈ വാക്സിനുകൾ മാത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ജനറ്റിക് കോസും വാക്സിനുകളും ഒക്കെ നമ്മൾ പഠന വിധേയമാക്കേണ്ടത് തന്നെയാണ്. അത് തന്നെയാണോ കാരണമെന്ന് പലപ്പോഴും ക്വസ്റ്റ്യൻ മാർക്കിലാണ് എപ്പോഴും നിൽക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് നമ്മൾ പരിശോധിക്കുമ്പോൾ സാധാരണ രീതിയിൽ ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ പലപ്പോഴും അവരുടെ പേര് പറയാൻ അവർക്ക് പറ്റില്ല. പലപ്പോഴും നെയിംസ് ചോദിച്ചു കഴിഞ്ഞാൽ പല കുട്ടികൾക്കും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. ഏതെങ്കിലും വാക്കുകളാണെങ്കിൽ അത് റിപ്പീറ്റഡ് ആയിട്ട് ആ വാക്കുകൾ തന്നെ പറയും. എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിൻ്റെ പേര് തന്നെ ചിലപ്പോൾ പറയും. എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ആ ഇൻസിഡൻറ്റ് പിന്നെ അത് വിവരിച്ചുകൊണ്ടിരിക്കും. അവരുടെ അടുത്ത് മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞാൽ പോലും അവർക്ക് അതിനുള്ളൊരു വിവേകം അവർ കാണിക്കാറില്ല. അത് അനവസരത്തിൽ പലപ്പോഴും പരിസരബോധം മറന്നുകൊണ്ട് അവർ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും, ആ ശബ്ദം കേൾപ്പിച്ചുകൊണ്ടേയിരിക്കും. ചില മണങ്ങൾ, ചില ശബ്ദങ്ങൾ, ചില ടേസ്റ്റുകൾ, ഇതൊന്നും ചിലപ്പോൾ അവർക്ക് പിടിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഉടനെ അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഇങ്ങനെയുള്ള ഒരു പദാർത്ഥം, ഒരു വസ്തുവോ അല്ലെങ്കിൽ ഒരു മണമോ സൗണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോഴേ അവർ ഇറിറ്റേറ്റഡ് ആകും, അവർ വയലൻ്റ് ആകും. അതല്ലാന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തു നിന്ന് അവർ ഇറങ്ങിപ്പോകും. ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഈ റെപ്പറ്റീഷൻ ഓഫ് മൂവ്മെൻറ്റ്സ്, റെപ്പറ്റീഷൻ ഓഫ് വേർഡ്സ്, ഇത് പലപ്പോഴും ഈ ഓട്ടിസ്റ്റിക് കുട്ടികളിൽ വളരെ പ്രകടമായിട്ട് നമ്മൾ കാണുന്നതാണ്. ഈ മറ്റ് രോഗങ്ങളുണ്ട്, ഇതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഒബ്സസീവ് കമ്പൾസീവ് ന്യൂറോസിസ്, OCD നമുക്കറിയാം. അതായത് അതും ഈ റെപ്പറ്റീഷനാണ്, ചെയ്ത കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും സംശയം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. അനവസരത്തിൽ അവർ റിയാക്ട് ചെയ്തെന്നിരിക്കും.
അതല്ലാന്നുണ്ടെങ്കിൽ കൈ കഴുകുകയാണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് അവർ കൈ കഴുകിക്കൊണ്ടിരിക്കും. അപ്പം തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ തൂക്കുകയാണെങ്കിൽ അവർ എപ്പോഴും തുടച്ചുകൊണ്ടും തൂത്തുകൊണ്ടിരിക്കും. ഇത് ഒബ്സസീവ് കമ്പൽസറി, ഇത് ചെറിയൊരു മെൻ്റൽ അബറേഷനാണ്, ചെറിയൊരു മെൻ്റൽ ഡിസീസിൻ്റെ ആദ്യ ഭാവമാണ്. അപ്പം അത് പലപ്പോഴും നമുക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ഒരു 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 രോഗമാണ്. പിന്നുള്ളത് അറ്റൻഷൻ ഡെഫിസിറ്റ്, ADHD എന്ന് പറയുന്നൊരു കണ്ടീഷനുണ്ട്. അപ്പം അവിടെ പലപ്പോഴും കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവ് ആകുകയും ചെയ്യുന്നത്. അപ്പം അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടി പിള്ളേർ ചിലപ്പം ശബ്ദം ഉണ്ടാക്കുകയോ എന്തെങ്കിലും വലിച്ചു കീറുകയോ അതല്ലാന്നുണ്ടെങ്കിൽ പ്രകടമായിട്ട് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. കുട്ടികൾക്ക് അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടി പേരൻസിൻ്റെയോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെയോ അല്ലെങ്കിൽ നാട്ടുകാരുടെയോ അല്ലെങ്കിൽ എവിടെയാണോ ഇരിക്കുന്നത് അവർക്ക് അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടി അവർ ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡറിനകത്ത് അവർ പലപ്പോഴും പലതും ഇങ്ങനെ കാണിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കും. അതും ഒരു മെൻ്റൽ അബറേഷനോ ഒരു ചെറിയ മെൻ്റൽ ഡിസീസിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പിന്നെ അത് മംഗോളിസം, അതല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അതൊരു ജനറ്റിക് ഡിസോർഡറാണ്. നമുക്ക് 46 ക്രോമസോമിന് പകരം 47 ക്രോമസോം വരുന്ന ഒരു 21 ക്രോമോസോമിൽ വ്യത്യാസം വരുന്ന ഒരു 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 ഭാവമാണത്. അത് ഇതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റില്ല. അവരിൽ പ്രകടമായിട്ടുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻസിൽ അല്ലെങ്കിൽ അവർ ഷോർട്ട് സ്റ്റാച്ചർ ആയിരിക്കും, അതല്ലെങ്കിൽ അവരുടെ കൈകാലുകളുടെ വളർച്ചയിൽ പ്രകടമായ വ്യത്യാസം കണ്ടെന്നിരിക്കും. അതുപോലെ മെമ്മറി ഇല്ലാത്ത അവസ്ഥ വരും, സംസാരം ഇല്ലാത്ത അവസ്ഥ വരും. അത് വളരെ പ്രകടമായിട്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത് ഡൗൺ സിൻഡ്രോം ആണ് അല്ലെങ്കിൽ മംഗോളിസമാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻസ് പലപ്പോഴും ഓട്ടിസമായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. ഓട്ടിസ്റ്റിക് കുട്ടികൾ പലപ്പോഴും കഴിഞ്ഞ ആഴ്ചയിൽ 35 വയസ്സുള്ള ഒരു പയ്യനെ ക്ലിനിക്കിൽ കൊണ്ടുവരുന്നു. അവൻ വളരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഓട്ടിസ്റ്റിക് എന്ന് പറയില്ല, വളരെ നോർമലായിട്ട് ഡ്രസ്സ് ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്നു. പക്ഷേ അവൻ്റെ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക, റിപ്പീറ്റഡ് ആയിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ചികിത്സയുടെ ഭാഗത്തേക്ക് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് പലപ്പോഴും ഇവർക്ക് ട്രെയിനിങ് ആവശ്യമാണ്, സ്പെഷ്യൽ സ്കൂൾ ആവശ്യമാണ്. അവർക്ക് ഈ കാര്യങ്ങൾ പഠിച്ച അധ്യാപകർ അവരെ ട്രെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ പേരൻസ് ഇത് പഠിച്ച് അവരെ വളർത്തേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം വേണം. ഒപ്പം മരുന്നുകളുടെ ഒരു സാധ്യത പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നുണ്ട്. ഹോമിയോപ്പതിയിൽ കഴിഞ്ഞ 30 വർഷത്തെ എൻ്റെ അനുഭവത്തിൽ ഒരുപാട് കുട്ടികൾക്ക് ആശ്വാസം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമല്ല, ഈ ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡേഴ്സ് കാണിക്കുന്നവർക്കും അതുപോലെ തന്നെ OCD ഉള്ളവർക്കും ഒക്കെ ഹോമിയോപ്പതിയിൽ വളരെ ഫലവത്തായിട്ടുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷം കഴിഞ്ഞ ഒരു 15 വർഷം മുമ്പ് മദ്രാസിലൊരു സ്പെഷ്യൽ സ്കൂളിൽ ഞാൻ പോകുമ്പോൾ അവിടെ 25ഓളം കുട്ടികളുണ്ട്. ആ 25ഓളം കുട്ടികൾ 6 മാസവും 1 വർഷമൊക്കെ ആയിട്ട് പോലും ഒരു വാക്ക് പോലും പറയാത്ത കുട്ടികൾക്ക് ഹോമിയോപ്പതി മരുന്ന് കൊടുത്തതിന് ശേഷം വളരെ ഫാസ്റ്റായിട്ട് ഡെവലപ്മെൻറ്റ് ഉണ്ടായത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇവിടെയും നമ്മൾ പ്രകടമായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ട്യൂബർക്കുലിനം, അതല്ലാന്നുണ്ടെങ്കിൽ ആഴ്സനിക് അയഡൈഡ്, ആഴ്സനിക്കം ആൽബം, അതുപോലെ തന്നെ ടാരൻറ്റുല ഹിസ്പാനിയ, കൽക്കേരിയ ഫോസ്, നാട്രമൂറ്, കാസിനോസിൻ, ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ വളരെ വളരെ ഫലവത്തായിട്ട് നമ്മൾ കാണുന്നതാണ്. ഇപ്പം ടാരൻറ്റുല എന്ന് പറയുന്നത് നമ്മൾ എട്ടുകാലിയിൽ നിന്നെടുക്കുന്ന ഒരു മരുന്നാണ്. നിങ്ങൾക്കറിയാം, ഒരു എട്ടുകാലി ഒരു വലയ്ക്കകത്ത് എങ്ങനെയായിരിക്കുന്നത്, അത് പലപ്പോഴും ഇങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് റെപ്പറ്റേറ്റീവ് മൂവ്മെൻറ്റ്സ് ഈ രീതിയിലാണ് ഇരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ പലപ്പോഴും വന്നു കഴിഞ്ഞാൽ ഈ റെപ്പറ്റേറ്റീവ് മൂവ്മെൻറ്റ്സ് ഉള്ള കുട്ടികൾ ഒന്നെങ്കിൽ തല ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ കൈ ആട്ടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ട് പാടി ആ പാട്ട് തന്നെ പാടിക്കൊണ്ടിരിക്കും. ഒരു റിത്തമിക് മൂവ്മെൻറ്റ്സ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് നമ്മൾ ഈ ടാരൻറ്റുല കൊടുക്കുമ്പോൾ, ടാരൻറ്റുല ഹിസ്പാനിയ കൊടുക്കുമ്പോൾ ഇത് കുറയുന്നതായിട്ടോ അത് നിൽക്കുന്നതായിട്ടോ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വളരെ പ്രകടമായിട്ട് നമ്മൾ ദർശിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പലപ്പോഴും പലർക്കും അറിയില്ല. അങ്ങനെ വയലൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മുടെ മരുന്ന് ഭയങ്കര ഫലവത്താണ്. തീർച്ചയായിട്ടും ഈ അറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഈ മരുന്നുകൾ ഉപയോഗിക്കാൻ വേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുമെങ്കിൽ നമുക്കറിയാം, ഈ ട്രെയിനിങ്ങിനോട് കൂടി തന്നെ ഹോമിയോപ്പതി മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളെ ഒരു പരിധിവരെ നമുക്ക് അവരെ സമാധാനത്തോടു കൂടി വളർത്തുവാനും കൂടി സാധിക്കും. അപ്പോൾ ഈ അവസരത്തിൽ ഇത് എൻ്റെ ഒരു മെസ്സേജായിട്ട് പബ്ലിക്കിനോട് ഞാൻ പറയുകയാണ്. കാരണം ഓട്ടിസ്റ്റിക്കായിട്ട് ഇനി ഓട്ടിസം നമുക്ക് കുറയ്ക്കുവാനോ പിടിച്ചു നിർത്തുവാനോ പറ്റില്ല. കാരണം നമുക്കറിയാം, നമ്മുടെ മരുന്നുകളുടെ ഉപയോഗം
വളരെയധികം കൂടിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ മരുന്നുകളുടെ ഉപയോഗം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റൽസും ഡോക്ടർമാരുടെ എണ്ണം ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. വാക്സിനുകൾ കൊടുക്കുന്നത് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏത് വാക്സിനാണെങ്കിലും അതിനകത്ത് ഒരുപാട് പ്രിസർവേറ്റീവ്സ് ഉണ്ട്. ആ പ്രിസർവേറ്റീവ്സ് എല്ലാം ഓരോ ഫോറിൻ ബോഡീസാണ്. ആ ഫോറിൻ ബോഡീസ് തീർച്ചയായിട്ടും നമ്മൾ പ്രകടമായ വ്യത്യാസങ്ങൾ ശരീരത്തിലുണ്ടാക്കും. മറ്റു മരുന്നുകൾ പോലെ തന്നെ മറ്റ് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഉയർത്തുന്നതോടുകൂടി തന്നെ മരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കുകയും കൂടി ചെയ്തെങ്കിൽ മാത്രമേ ഈ 36 പേരിൽ ഒരാൾക്ക് ഓട്ടിസം എന്നുള്ളത് അറ്റ്ലീസ്റ്റ് അത് അങ്ങനെയെങ്കിലും നിലനിർത്താൻ നമ്മളെ കൊണ്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അടുത്ത 30 വർഷത്തിനുള്ളിൽ നമ്മൾ ജനിക്കുന്ന കുട്ടികൾ മുഴുവൻ ഓട്ടിസ്റ്റിക്കായി പോകുന്ന ഒരവസ്ഥ വരുന്നുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് ഇതിൽ നിന്ന് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ഇത് കൂലങ്കഷമായി ഒന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുക.